എല്ലാ വർഷവും എല്ലാ ദിവസവും അവിടെ സ്ഥിരമായി എത്തുന്ന ആളുകളുടെ ഒരു വലിയ നിര കാണുന്നുണ്ട്. ഇപ്പോൾ പ്രതികരിച്ച ആളുകളൊക്കെ പലരെയും ക്ഷേത്രത്തിൽ പല ചടങ്ങുകൾക്കും കണ്ട് അല്ലെങ്കിൽ ദൃശ്യങ്ങളൊക്കെ കണ്ടു പരിചിതമായ മുഖങ്ങളാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് മലയാളികളുടെ. സാധാരണ രഥോത്സവത്തിന് മലയാളികളുടെ വലിയൊരു തിരക്ക് അങ്ങനെ അനുഭവപ്പെടാറില്ല. ഇത്തവണ എങ്ങനെയുണ്ട് മലയാളികളുടെ ഒരു തിരക്ക്? തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ഇന്നലെ മുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 മണിക്ക് നട തുറന്ന ആ ഒരു സമയം മുതൽ തന്നെ വലിയ ഒരു തിരക്കായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു പ്രദേശം ഒന്നാകെ ജനനിബിഡമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ആ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ആകുകയും ചെയ്യും. എന്തായാലും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കി. എവിടെ നിന്നാണ് വരുന്നത്? കാസർഗോഡ് ജില്ല, നീലേശ്വരം. എല്ലാ വർഷവും വരാറുള്ളത്? പറ്റാവുന്ന മാസങ്ങളെല്ലാം വരാറുണ്ട്. ഈ ഒരു സമയം എങ്ങനെയാണ്? ഈ ഒരു സമയം തിരക്കുണ്ടെങ്കിൽ നമ്മൾ തിരക്കിൽ നമ്മൾ അലിഞ്ഞു ചേരുകയാണ് ഭക്തിയുടെ അങ്ങേറ്റത്തേക്ക് അമ്മയുടെ അനുഗ്രഹത്തിൽ. ഏറ്റവും ക്ഷേത്രത്തെ സംബന്ധിച്ചോളം, അമ്മയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ ഒരു ദിവസം തന്നെ ഇവിടെ എത്താൻ പറ്റിയത്. നമ്മൾ ഇന്നലെ മുതൽ ഇവിടെയുണ്ട്. നമ്മൾ കുറേ പേരുണ്ട്, ഇന്നലെ മുതലുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ദിവസം തന്നെ ഇവിടെ എത്താൻ പറ്റിയത്? ഞങ്ങൾ ലീവിൽ വരുമ്പോൾ എല്ലാ പ്രാവശ്യവും വരും. കൊല്ലത്തിൽ 3-4 പ്രാവശ്യം വരാറുണ്ട്. ഇപ്പോഴും മുന്നേയൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യം വരല്. ഇതിപ്പോൾ ഇങ്ങനെ രഥോത്സവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വന്നതാണ്. ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അമ്മയെ മൂകാംബികയെ ശരണം. ഞാൻ 25 വർഷമായി അമ്മയെ തൊഴാൻ വരുന്നു. ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം ഞാൻ മഹാരഥോത്സവം കാണുന്നത്. അപ്പോൾ ഇത്തവണയും വന്നു. ഈ കഴിഞ്ഞ മാസവും കൂടെ വന്നായിരുന്നു. അമ്മയുടെ അടുത്ത് വരണമെങ്കിൽ അതൊരു മഹാശക്തിയാണ്. അമ്മയെ മൂകാംബികയെ ശരണം. ഈ രഥോത്സവത്തിന് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അനുഭവമാണ്. 25 വർഷത്തോളമായി ഞാൻ അമ്മയെ കാണാൻ വരുന്നു. മകൻ്റെ പ്രായത്തോളം മകൻ ഇവിടെയാണ് അരിയിൽ എഴുതിച്ചത്. എല്ലാം അമ്മയിൽ അർപ്പിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. കോഴിക്കോട് മലപ്പുറത്താണ് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാണ്. ഇന്നലെ ലീവ് എടുത്ത് വന്നതാണ് മഹാരഥോത്സവം കാണാൻ വേണ്ടി. ഇതൊരു വല്ലാത്തൊരു അനുഭവമാണ് ഈ രഥോത്സവം കാണുക എന്നുള്ളത്. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഞാൻ രഥോത്സവം കണ്ടത്. അമ്മയെ മൂകാംബികയെ ശരണം. നിർമ്മലമായ ഭക്തിയാണ് എല്ലാവർക്കും ഉള്ളത്. അമ്മയുടെ അടുത്തേക്ക് എത്താൻ, അമ്മ വിളിച്ച് അമ്മയുടെ ഈ അടുത്തേക്ക് എത്തുക, അതും ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു മുഹൂർത്തത്തിൽ അമ്മയ്ക്കൊപ്പം അമ്മയുടെ സന്നിധിയിലേക്ക്, തിരുസന്നിധിയിലേക്ക്, ലോകമാതാവായ അമ്മയുടെ സന്നിധിയിലേക്ക് നിൽക്കാൻ കഴിയുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമാണെന്നാണ് ഓരോ ആളുകളും പറയുക. എന്തായാലും അരുണേ, അവരുടെ വാക്കുകളിൽ വ്യക്തമാണ് എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ അവരിങ്ങനെ എന്താ പറയുക, അവിടെ എത്തിയതിൻ്റെ ആ തിരുനടയിൽ എത്തിയതിൻ്റെ ആകാംക്ഷയിൽ അല്ലെങ്കിൽ ആ ഭക്തിയിലൊക്കെ ഇങ്ങനെ അലിഞ്ഞു ചേരുകയാണ്. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി മൂകാംബികയിൽ നടക്കുന്ന ചടങ്ങുകളിലൊക്കെ തത്സമയം എത്തിക്കാൻ അരുണും അവിടെ സ്ഥിരമായിട്ട് എത്താറുണ്ട്. അതും ഒരു ഭാഗ്യമായി കരുതട്ടെ.